സർക്കാരിനെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി വരുന്നവർക്ക് കൊടുത്ത മറുപടി LDFിലും LDF സർക്കാരിലുമുള്ള വിശ്വാസം അതിൻ്റെ പ്രകടിത രൂപമായിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നടന്ന LDF നിയോജകമണ്ഡലം റാലികളിലെ വൻപിച്ച ജനപങ്കാളിത്തം. ചില ഫലങ്ങൾ അതിന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പോയാൽ തങ്ങൾ തീർത്തും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്ന സംശയം വല്ലാതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് വന്നവർക്ക് ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ജനാവലികൾക്ക് ശേഷം കേരളത്തിൽ കണ്ട ചില രീതികൾ. ഇപ്പോൾ നാം ഒരു കാഴ്ച ഇന്ന് കാണുകയുണ്ടായി. LDF സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരു പരിപാടി തിരുവനന്തപുരത്ത് UDF നടത്തുകയുണ്ടായി. ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം UDFും BJPയും ഒരേ മനസ്സോടെ LDF സർക്കാരിനെ എതിർക്കാൻ തയ്യാറാകുന്നു എന്നതാണ്. ഒരു സർക്കാരിൻ്റേതായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ടായാൽ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ നമുക്കറിയാം, അത്തരത്തിലുള്ള ഒരു വീഴ്ചയും ഈ പറയുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നില്ല എന്ന്. നേരെ മറിച്ച് അവർ കെട്ടിപ്പൊക്കുന്ന അപവാദങ്ങളിലാണ് കേന്ദ്രീകരിച്ചു നിന്നത്. നുണകൾ പടച്ചുവിടുക, അത് പല ആവർത്തി പ്രചരിപ്പിക്കുക, ആ പ്രചരണം വ്യാപകമായി ഏറ്റെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതിന് പരസ്പര പൂരകമെന്ന നിലയിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുക. ഇതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നാം ഇവിടെ കണ്ടത്. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെൻറ് നടപ്പാക്കാൻ പുറപ്പെട്ട എല്ലാ പരിപാടികളെയും തുരങ്കം വെക്കാൻ മാത്രമേ UDFും BJPയും ശ്രമിച്ചിട്ടുള്ളൂ. LDF സർക്കാരിനെ പ്രത്യേക രീതിയിൽ ആക്രമിക്കാൻ കേന്ദ്രഭരണമുണ്ട് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ BJPയെ കൂട്ടുപിടിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ
പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുന്ന നെറികേടുകളും നാം കണ്ടതാണ്. വലിയ രാഷ്ട്രീയ നെറികേടിലൂടെ തങ്ങൾ പടച്ചുവിടുന്ന നുണകളിൻ്റെ ഭാഗമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും ജനങ്ങളിൽ നല്ലൊരു ഭാഗത്തെ തങ്ങൾക്ക് അനുകൂലമായി അണിനിരത്താമെന്നും ഈ പറയുന്ന കൂട്ടർ വ്യാമോഹിച്ചു. പക്ഷേ ആ വ്യാമോഹം യാഥാർത്ഥ്യമായില്ല. ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അവരുടെ സ്വന്തം അനുഭവത്തിലൂടെയാണ്. ആ അനുഭവം എന്തായിരുന്നു? ഇന്ന് നമ്മുടെ കേരളത്തിൽ പരിഹാസ്യമായ ഒരു വാദം LDF സർക്കാരിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത് കേട്ടു. അത് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരും 2021 അധികാരത്തിൽ വന്ന് ഈ 2 വർഷം തുടരുന്ന LDF സർക്കാരും നാടിൻ്റെ വലിയ ദുരന്തമാണ് എന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിൽ ജനങ്ങൾ പരിശോധിച്ച് വിധി രേഖപ്പെടുത്തിയതാണ്. 2016 മുൻപുള്ള കേരളം എന്തായിരുന്നുവെന്ന് ആരും മറന്നു പോകാനിടയില്ല. കാരണം 7 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എല്ലാവരുടെയും മനസ്സിലതുണ്ടാവും. ചിലരിൽ ചെറിയൊരു മങ്ങിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ മനസ്സിൽ ഉയർന്നു വരും. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അതുകൊണ്ട് വളരെ വിശദമായി കാര്യങ്ങളിലേക്ക് പോകാനല്ല തയ്യാറാകുന്നത്. എന്നാൽ 2016 മുൻപുള്ള കേരളം നമ്മുടെ നാടിൻ്റെ ഭാഗമായുള്ള എല്ലാവരും വലിയ തോതിൽ നിരാശ ബാധിച്ചവരായി മാറിയിരുന്നു. എൻ്റെ നാടിങ്ങനെയായിപ്പോയി, ഇവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല, മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല. അവരുടെ അനുഭവത്തിൽ അവർ കണ്ട കാര്യങ്ങളാണ്. എല്ലാ തരത്തിലും നാടിനെ പുറകോട്ടടിപ്പിച്ചു. നമ്മുടെ അഭിമാന രംഗങ്ങളായിരുന്ന വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയുമെല്ലാം പുറകോട്ട് പോയി. കേരളത്തിൻ്റെ ഉയർന്ന സാംസ്കാരിക നിലവാരത്തിന് ചേരാത്ത രീതിയിൽ കേരളത്തിൻ്റെ പേര് പല ജീർണതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് തന്നെ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ വന്നു. അഴിമതി കുടികുത്തി വാഴുന്ന അവസ്ഥയുണ്ടായി. നാടിൻ്റെ പുരോഗതിക്കുള്ള ഒരു പദ്ധതിയും നടക്കാതായി. എല്ലാ മേഖലയും സാർവത്രികമായി പുറകോട്ട് പോകുന്ന നില.
ഇത്തരമൊരു സാഹചര്യം UDF സൃഷ്ടിച്ചതായിരുന്നു. ആ UDF ഇന്ന് പറയാണ് 2016 ശേഷം കേരളം വലിയ ദുരന്തമാണ് നേരിടുന്നത് എന്ന്. നാം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2016 ദുരന്തം UDF അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ആദ്യം ജനങ്ങൾ ആ ദുരന്തം അവസാനിപ്പിച്ചു. എന്നിട്ട് LDF ജനങ്ങളുടെ മുന്നിൽ വെച്ച വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുകയും LDFനെ അധികാരത്തിലേറ്റുകയും ചെയ്തു. ഇതിൻ്റെ തുടർച്ചയായി നാട്ടിൽ നടന്ന കാര്യങ്ങൾ നാം പരിശോധിക്കുക നല്ലതാണ്. ആ പരിശോധനയ്ക്ക് മുൻപ് നാം കാണേണ്ടത് എങ്ങനെയാണ് നുണ UDF പ്രചരിപ്പിക്കുന്നത് എന്നതാണ്. അത് നമ്മുടെ പത്രത്താളുകളിൽ തന്നെ കാണാൻ സാധിക്കും. അതിനകത്ത് പറയാണ് LDF സർക്കാർ പെൻഷൻ കൊടുക്കുന്നു എന്നൊക്കെ വെറുതെ പറയുന്ന കാര്യമാണ്. കൃത്യമായി കൊടുക്കുന്നില്ല, വലിയ കുടിശ്ശികയായി കിടക്കുകയാണ് എന്ന കാര്യങ്ങളാണ് UDF പ്രചരിപ്പിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത് 2016 LDF അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1473 കോടി 67 ലക്ഷം രൂപ വിവിധ പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ആര് വരുത്തിയ കുടിശ്ശിക? പെൻഷൻ കൊടുക്കാത്ത അനുഭവമല്ലേ ഉണ്ടായിരുന്നത്? 2 വർഷം വരെ പെൻഷൻ കിട്ടാത്തവരുണ്ടായിരുന്നു. വിവിധ മേഖലയിൽ പെൻഷൻ കുടിശ്ശിക കിടക്കുകയായിരുന്നു. കർഷക തൊഴിലാളികൾക്ക് 100 കോടിയോളാണ്, 99 കോടി 69 ലക്ഷം. വാർദ്ധക്യ പെൻഷൻ 803 കോടി 85 ലക്ഷം. വികലാംഗ പെൻഷൻ 95 കോടി 11 ലക്ഷം. അവിവാഹിത പെൻഷൻ 25 കോടി 97 ലക്ഷം. വിധവാ പെൻഷൻ 449 കോടി. ഇത് ബാക്കി വെച്ചവരാണ് LDFനെ കുറ്റം പറയുന്നത്. LDF ചെയ്ത കുറ്റം എന്താ? ഈ പെൻഷൻ മുഴുവൻ, ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ ആദ്യമേ തന്നെ തീരുമാനിച്ചു എന്നതാണ്. അത് കൊടുത്തു തീർക്കുക മാത്രമല്ല, പെൻഷൻ പിന്നീട് ഉയർത്തുന്ന കാഴ്ച നാം കണ്ടു. ആദ്യം ഉണ്ടായിരുന്ന പെൻഷനല്ല ഇപ്പോ 1600 രൂപ പെൻഷനായി ലഭിക്കുന്നു. നേരത്തെ 600 രൂപ വരെയായിരുന്നു പ്രഖ്യാപിച്ചത്. കൊടുത്തിരുന്നില്ല, 500 വരെയെ UDFന്റെ കാലത്ത് കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ 600-ൽ നിന്ന് ഇപ്പോ 1600-ലേക്ക്
പെൻഷൻ ഉയർന്നു നിൽക്കുന്നു. ഇതാണോ LDF ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തു എന്നതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ കഴിയുന്ന കാര്യം? ആ പാവങ്ങളെ അവർ പാവങ്ങളാണെന്ന് കണ്ടുകൊണ്ട് മാസം തോറും കൃത്യമായി പെൻഷൻ കൊടുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇതേവരെ LDF സർക്കാർ 19,000 കോടി രൂപയോളം, അതായത് കൃത്യമായി പറഞ്ഞാൽ 18,997 കോടി രൂപ ഈ സാമൂഹ്യ പെൻഷനായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ പെൻഷനുകളും കൃത്യമായി നൽകുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അത് പാവങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് എന്നതുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. അതാണ് LDFന്റെ നയം. അതാണ് LDFും UDFുമായും LDFും BJPയുമായും ഉള്ള വ്യത്യാസം എന്ന് നാം കാണേണ്ടതുണ്ട്. ഇവിടെ LDF സർക്കാർ 2016 അധികാരത്തിൽ വന്ന ശേഷം നടക്കില്ല എന്ന് കരുതിയ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം ഉപേക്ഷിച്ച ഒട്ടേറെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ വലിയ തോതിൽ വികസിപ്പിക്കുക എന്നതാണ് LDF ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തെ സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനീതിരക്ഷിതമായ വികസനം, ഇതാണ് കേരളത്തിന് വേണ്ടത് എന്ന് LDF കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ വിവിധ തലങ്ങളിൽ LDF സ്വീകരിച്ചു. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളുമുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ട് മാറും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കാർഷിക മേഖലയിലാണ് എന്ന് LDF കണ്ടു. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ വെച്ചാൽ നെല്ല് നമുക്കാവശ്യമായ രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ LDF സർക്കാർ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഓരോ പ്രദേശത്തുമുള്ള തരിശു നിലങ്ങൾ അത് കൃഷിഭൂമിയാക്കാനുള്ള ശ്രമം നടത്തി. ഈ കാര്യത്തിലെല്ലാം ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്ന നിലയുണ്ടായി. അതിൻ്റെ ഫലമെന്താണ്? നേരത്തെ 1,70,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ഉണ്ടായിരുന്നത്. അതിപ്പോ 2,23,000 ഹെക്ടർ, 1,70,000 നിന്ന് 2,23,000 വർദ്ധിക്കുന്ന നില വന്നിരിക്കുന്നു. മാത്രമല്ല, നല്ല നിലയിൽ ഉൽപാദനക്ഷമതയും ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒരു രംഗം
എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പച്ചക്കറി ഉൽപാദനം നമ്മൾ മറ്റു സ്ഥലത്തുനിന്ന് വരുന്ന ലോറി കാത്തു നിൽക്കുന്ന അവസ്ഥയായിരുന്നു നേരത്തെ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ 2016 നമ്മൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിയുടെ ഇരട്ടി പച്ചക്കറിയാണ് 2021 ആകുമ്പോഴേക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ കുറച്ചു നാൾ മുൻപ് തന്നെ ആ ഉൽപ്പാദനം നമ്മൾ നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ വന്ന ചില ദുരന്തങ്ങൾ അതിൻ്റെ ഭാഗമായി ഒരു മുന്നോട്ട് പോക്കിന് ചെറിയൊരു പ്രശ്നമുണ്ടായി. എങ്കിലും നാം ഉദ്ദേശിച്ച തരത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയില്ലെങ്കിലും സ്വയം പര്യാപ്തതയുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ആ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നതാണ് വലിയ കാര്യമായി പരിഗണിക്കുകയും നാടിൻ്റെ വികസനം ഇതൊന്നുമില്ലാതെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നാം എത്തുകയും ചെയ്തു. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. ആ ഫലത്തിൻ്റെ ഭാഗമെന്താണ്? കേരളം പുറകോട്ട് പോവുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ കേരളം ഒരു തരത്തിൽ മരവിച്ചു നിൽക്കുകയാണോ? ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകൾ ഇവിടെയുണ്ടല്ലോ. നമ്മുടെ ഗവൺമെന്റിനെ എതിർക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ആ കണക്കുകൾ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 12% കൃത്യമായി പറഞ്ഞാൽ 12.01% നമ്മുടെ GDP ഉയർന്നിരിക്കുകയാണ്. ഇത് ഈ പറയുന്ന നേരത്തെ നമ്മുടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ച എല്ലാ പ്രതിസന്ധികളും നേരിട്ടതിന് ശേഷം നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞ നേട്ടമാണ്. എവിടെയുണ്ട് അത്തരമൊരു നേട്ടം? എവിടെയാണ്? ഇതിന് മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു. അതാണെങ്കിൽ അഖിലേന്ത്യാ ശരാശരിയുടെ ഇരട്ടിയാണ് എന്ന് നമ്മൾ കാണണം. ഇത് കേരളം പുറകോട്ട് പോകുന്ന ലക്ഷണമാണോ? കേരളം മരവിച്ചു നിൽക്കുന്ന ലക്ഷണമാണോ? നാം തകർന്നുപോയി എന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്താകെ ചിന്തിച്ചൊരു ഘട്ടമുണ്ടായിട്ടില്ലേ? ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടു. തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി. ഇതൊക്കെ നമ്മുടെ നാടിനെ തകർത്തെറിയുകയായിരുന്നില്ലേ? അത്തരമൊരവസ്ഥയിൽ നമുക്കിനി ഏതെങ്കിലും തരത്തിൽ ഒരു പുനരുദ്ധാരണം സാധ്യമാണോ എന്നല്ലേ നമ്മെ സ്നേഹിക്കുന്ന പലരും ആലോചിച്ചിരുന്നത്. എന്നാൽ നമ്മളപ്പോ തലയിൽ കയ്യും വെച്ച് നിലവിളിച്ചിരിക്കാനല്ല തയ്യാറായത്. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നമ്മുടെ നാടിന്റെ വികസനം അതിലാണ് നാം ഊന്നിയത്. അത് ജനങ്ങളോട് പറഞ്ഞു. ലോകം കേരളത്തെ എങ്ങനെയാണ് ശ്രദ്ധിച്ചത്?
നാം കാണിച്ച ഒരുമ, ജനങ്ങളുടെ ഒരുമ, നാടിൻ്റെ ഐക്യം, അതിലൂടെ എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിച്ചു വരുന്നത്, അതിൻ്റെ ഉത്തമമായ മാതൃകയായാണ് കേരളം വന്നത്. ഇവിടെ രണ്ടാം LDF സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തുടക്കം തന്നെ UDF-നെതിരെ, പ്രതിപക്ഷത്തിനെതിരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. അതേസമയം തന്നെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുതിപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം UDF സർക്കാരായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത്തരത്തിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.